നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മിഥുന്റെ അമ്മ നാട്ടിലെത്തി. സംസ്കാരം വൈകിട്ട് 5 മണിക്ക്. മിഥുന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും കുറ്റക്കാരെ വെറുതെ വിടാൻ അനുവദിക്കില്ലെന്നും ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വ്യക്തിവൈരാഗ്യം. വടുതലയിൽ മധ്യവയസ്കരായ ദമ്പതികളെ തീ കൊളുത്തിയ ശേഷം അയൽവാസി തൂങ്ങി മരിച്ചു. വടുതല പൂവത്തങ്കൽ വില്യംസ് കൊറയാണ് മരിച്ചത്. വടുതല കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ ക്രിസ്റ്റഫർ, മേരി എന്നിവരാണ് വില്യംസിന്റെ ആക്രമണത്തിനിരയായത്. എറണാകുളം ലൂർദ് ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പൊള്ളലേറ്റ ദമ്പതികൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫർ ഗുരുതരാവസ്ഥയിലുമാണ്. കേരള സർവകലാശാലയിലെ തർക്കം സമവായത്തിലെത്തുന്ന മുഖ്യമന്ത്രിയും ഗവർണറും കൂടിക്കാഴ്ച നടത്തും. അതേസമയം കാവുക്കൊടി ഏന്ത്യ ഭാരതാംബ ചിത്ര വിവാദത്തിൽ തുടങ്ങിയ പോര അവസാനിപ്പിക്കേണ്ട സർക്കാർ ഇടപെടലിൽ വി.സി. മോഹൻ കുന്നുമ്മലിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്യാനുള്ള മന്ത്രിയുടെ നിർദ്ദേശവും വി.സി. തള്ളി. റാപ്പർ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ സിലബസിൽ നിന്നും വേണ്ടെന്ന് വെച്ചത് അറിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിനാണ്. വേടന്റെ പാട്ട് വിശാല വീക്ഷണമുള്ള പാട്ടാണെന്ന് മന്ത്രി ബിന്ദു. കേരളത്തിൽ തോരാമഴ. രാവിലെ മുതൽ ഇരുട്ട് മൂടി നിലയ്ക്കാതെ പെയ്യുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ട്, 4 ഓറഞ്ച് മുന്നറിയിപ്പ്. ശബരിമലയിൽ കനത്ത മഴയ്ക്കിടയിലും ദർശനത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. ദുബായിൽ നിന്നും കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ വിമാനം അവസാന നിമിഷം റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. വെള്ളിയാഴ്ച രാവിലെ 9 ദുബായിൽ നിന്നും കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് മുടങ്ങിയത്. യാത്രക്കാർ കൊടുംചൂടിൽ വിമാനത്തിനുള്ളിൽ കഴിഞ്ഞത് 4 മണിക്കൂർ. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ പേരിൽ സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നതിന് മുന്നറിയിപ്പ്. നിരവധി പേർക്ക് ഇതിനോടകം പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും സൈബർ വിഭാഗവും അഭ്യർത്ഥിച്ചു. ഗുരുവായൂരിൽ വഴിപാടും ദർശനവും ശരിയാക്കി തരാമെന്ന ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകം. ജാഗ്രത നിർദ്ദേശം നൽകി ദേവസ്വം ബോർഡ്. ഗോൾപ്പാറ സംഘർഷം. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് അസം മുഖ്യമന്ത്രി. എ.പി. ഇന്ത്യ സഖ്യം വിട്ടു. ഇനി മത്സരം ഒറ്റയ്ക്ക്. ഇസ്ലാംപൂറിനെ ഈശ്വർപൂറാക്കി മാറ്റി മഹാരാഷ്ട്ര സർക്കാർ. വ്യാജരേഖ ഉപയോഗിച്ച് സിം കാർഡ് വാങ്ങിയ കേസ്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് ജീവപര്യന്തം തടവ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 110 കഴിഞ്ഞു. ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ വാഹനം പാർക്ക് ചെയ്തതിലെ വീഴ്ച ചോദ്യം ചെയ്ത ഹോംഗാർഡിനെതിരെ ആസിഡ് ആക്രമണം. ഇന്ത്യയുടെ ആവശ്യത്തിന് വഴങ്ങി. ഒടുവിൽ ബംഗ്ലാദേശ് സർക്കാർ സതീഷ് റേയുടെ കുടുംബ വീട് പൊളിക്കില്ല. സിറിയയിൽ ഇസ്രയേൽ ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ല. ആക്രമണം തടയാൻ യോജിച്ചു നിൽക്കുമെന്ന് സൗദി അറേബ്യ. ഒടുവിൽ ആക്രമണം അവസാനിപ്പിക്കാൻ സമ്മതം മൂളി ഇസ്രയേൽ. എപ്സ്റ്റൈൻ കേസിൽ മാധ്യമ രാജാവ് റൂപ്പർട്ട് മർഡോക്കിനും 2 വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർമാർക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് ഡൊണാൾഡ് ട്രംപ്. 2003 ട്രംപ് ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈൻ അയച്ചതായി ആരോപിക്കപ്പെടുന്ന 50ാം ജന്മദിന ആശംസയിൽ ലൈംഗിക സൂചന നൽകുന്ന ചിത്രവും വിവരങ്ങളും ഉൾപ്പെടുത്തി എന്നതാണ് വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട്. ഗസയിലെ ഏക കത്തോലിക്ക പള്ളി ബോംബിട്ട് തകർത്തതിൽ പോപ്പിനെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു. ദക്ഷിണ കൊറിയയിൽ വെള്ളപ്പൊക്കം, 4 പേർ മരിച്ചു. സ്പീഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.